സോ എനിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് ഹാൻഡ് എംബ്രോയിഡറി ആണ്. പ്ലെയിൻ മെറ്റീരിയലാണ് ഈ ഒരു പാറ്റേൺ ചെയ്തിരിക്കുന്നത്. ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. കുറച്ച് ഫ്ലവേഴ്സും ബീഡ്സ് വർക്കും ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പേപ്പറിൽ ആദ്യം അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് വരയ്ക്കണം. പേപ്പറിൽ എനിക്കിഷ്ടമുള്ളൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ ആദ്യം നമുക്ക് പേപ്പറിൽ വരയ്ക്കണം. ഇനി നമുക്ക് അതിനുള്ള മെറ്റീരിയൽ എടുക്കാം. ഇവിടെ ഞാൻ നെക്കും ആം ഹോളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നെക്കിൻ്റെ ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ഈ ഒരു ഡിസൈൻ ഞാൻ വരയ്ക്കുന്നത്. ഇപ്പം നമുക്കത് സിമ്പിളായിട്ട് വരയ്ക്കുന്ന ഡിസൈൻ ആയതുകൊണ്ട് ഞാൻ ഈ ചോക്ക് വരച്ച് തന്നെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ കുഞ്ഞ് ഫ്ലവേഴ്സാണ് വരുത്തുന്നത്. അപ്പോൾ ഒരെണ്ണം ലെങ്ത്ത് കുറഞ്ഞതും ഒരെണ്ണം കൂടിയതും ആ ഒരു പാറ്റേൺ ആണ്. ഇതുപോലെ ചെറിയ ബീഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ഗോൾഡൻ കളറ്. പിന്നെ ഇതുപോലെ എംബ്രോയിഡറി നൂല് വേണം. ഇതല്ലെങ്കിൽ സിൽക്ക് ത്രെഡ് ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ഒരു പിങ്കും യെല്ലോയും ഡാർക്ക് ഗ്രീനും ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൈനിൽ കൂടെ ബീഡ്സ് ആണ് ഞാൻ കോർക്കുന്നത്. അപ്പോൾ നമുക്ക് 4 ബീഡ്സ് ആദ്യം കോർക്കാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അത് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഓരോന്നായിട്ട് വേണമെങ്കിലും ഇതുപോലെ ചെയ്യാം. ഇവിടെ ഞാൻ 2 ബീഡ്സ് എടുത്തിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സൂചി ഇതുപോലെ താഴേക്ക് കൊണ്ടുവന്നിട്ട് പയ്യെ ഇതുപോലെ വലിക്കുക. എന്നിട്ട് ആ ബീഡ്സിനെ ഒന്ന് കറക്റ്റ് ഷേപ്പിൽ സ്ട്രെയിറ്റ് ആക്കി ഇതുപോലെ വയ്ക്കുക. ഇനി അടുത്ത ബീഡ്സ് ഇതുപോലെ തന്നെ എടുക്കാം. എന്നിട്ട് അതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഇതുപോലെ വയ്ക്കാം. ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി ആ ലാസ്റ്റ് ബീഡിൻ്റെ മുന്നായിട്ട് ഇതുപോലെ നൂലെടുക്കുക. എന്നിട്ട് ഇപ്പുറത്തേക്ക് ലാസ്റ്റ് ബീഡ്സിലേക്ക് സൂചി കൊണ്ടുവരാം. അങ്ങനെയാണ് അതൊന്ന് ലോക്ക് ചെയ്യണത്. എല്ലാ ലൈൻസിലും ഇതുപോലെ ബീഡ്സ് ഞാൻ ഓരോന്നായിട്ട് ഇതുപോലെ കോർത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബീഡ്സ് കോർക്കുക. എന്നിട്ട് സൂചി ഇതുപോലെ താഴേക്ക് എടുക്കാം. എന്നിട്ട് അടുത്ത ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത ബീഡ്സ് ഇടാം. അപ്പം ഇത് ആകുമ്പോൾ നമുക്ക് നല്ലൊരു നീറ്റായിട്ട് കിട്ടും. ഇതുപോലത്തെ ഒരു റോസ് ഫ്ലവറാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇവിടെ 4 സ്റ്റാൻഡ്സ് നൂലെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ സൂചി കൊണ്ടുവരാം. അപ്പോൾ അതൊരു ഫ്ലവർ ഷേപ്പ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണിത്. ഇതുപോലെ ഒരു ലൈൻ കൊണ്ടുവരികയാണ്. ഇങ്ങനെ 5 ലൈൻ ഇതുപോലെ ഒരു ഷേപ്പിൽ കൊണ്ടുവരാം. ലൈൻസ് വരച്ചിട്ടുണ്ട്. ഇനി ഈ സൂചിനെ ഇതുപോലെ എടുത്തിട്ട് ഒരു ലൈനിൻ്റെ അടിയിൽ കൂടെ നൂല് കൊണ്ടുവരാം. അതിനുശേഷം അടുത്ത ലൈൻ വിട്ടിട്ട് നെക്സ്റ്റ് ലൈനിലേക്ക് സൂചി കൊണ്ടുവരാം. അങ്ങനെ ഓരോന്ന് ലൈൻ വിട്ടിട്ട് വേണം ഈ ഒരു സൂചിൻ്റെ ഇടയിൽ കൂടെ എടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു നൂല് ചുറ്റി ഒരു റോസിൻ്റെ ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഒന്ന് ഇടവിട്ട് വേണം അത് കോർക്കേണ്ടത്. ആയിട്ട് നിങ്ങളത് വലിക്കരുത്. കുറച്ച് ലൂസാക്കിയിട്ട് വേണം അത് ചെയ്യേണ്ടത് എപ്പോഴും. അതുപോലെ ചെയ്യുമ്പോൾ കെട്ട് ആവാണ്ട് ശ്രദ്ധിക്കണം. ആയിട്ട് ഞാൻ ഒരു ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ യെല്ലോ കളറാണ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഈ സൂചിനെ ഇതുപോലെ ഒരു 4 5 വട്ടം ഇതുപോലെ ചുറ്റിയിട്ട് അതിൻ്റെ അടുത്ത ലൈനിൽ ഇതുപോലെ കുത്താം. എന്നിട്ട് ഇതുപോലെ നൂലിനെ മുറുക്കി പിടിച്ചിട്ട് താഴേക്ക് ആക്കുക.
ഇച്ചിരി താഴെയായിട്ട് ഏറ്റവും അടിയിൽ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബീഡ്സ് വെച്ചിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.